കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ കൂടി നമുക്കൊപ്പം ചെയ്യുന്നു. ടോബിക്കൊപ്പം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഉണ്ട്. ഈ കേസിന്റെ പിന്നാലെ തന്നെ കൂടിയ ഷോൺ ജോർജ്. പറയൂ ടോബി. തീർച്ചയായിട്ടും ഈ കേസിന്റെ പിന്നാലെ തന്നെ ഇതിലൊരു കൃത്യമായിട്ടുള്ള ഒരു തെറ്റ് നടന്നിട്ടുണ്ട്, ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് ആദ്യം മുതൽ തന്നെ വാദിക്കുകയും അതിനുവേണ്ടി മുന്നോട്ട് പോവുകയും ചെയ്ത വ്യക്തിയാണ്, പരാതി കൊടുക്കുകയും ചെയ്ത വ്യക്തിയാണ്. എന്തായാലും ഷോൺ ജോർജ് തന്നെ ചേരുന്നു. ഇപ്പം മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്ന പരിശോധന 12 ഇടങ്ങളിലാണ്. അതോടൊപ്പം വീണ വിജയനെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ കേസ് ഇനി എങ്ങനെയായിരിക്കും പോവുക? ഇഡിയുടെ കയ്യിലേക്ക് എത്തുമ്പോൾ SFIO കണ്ടെത്തിയ കാര്യങ്ങൾ തന്നെയായിരിക്കും അന്വേഷിക്കുന്നത്, അതിനപ്പുറത്തേക്ക് പോകാൻ സാധിക്കും. ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും മുഖ്യമായ ഇഡിയുടെ അന്വേഷിക്കുന്ന പരിധിയിൽ വരേണ്ട വിഷയം SFI അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ. കമ്പനി ലോ പ്രകാരമാണ് SFI അന്വേഷണം നടന്നത്. അതിൽ വീണ വിജയൻ 3ാം പ്രതിയായി കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അത് എറണാകുളം സെഷൻസ് കോടതി 7-ലാണ്, എറണാകുളം ജില്ലാ കോടതി 7-ലാണ്. അടുത്തല്ല, ഇതിപ്പോൾ 1 വർഷമായി. അത് അന്ന് അതിന്റെ പ്രൊസീജിയർ എറർ എന്ന് പറഞ്ഞ് ഡൽഹി ഹൈക്കോടതി തന്നെ സ്റ്റേ ഇപ്പം നിലനിൽക്കുകയാണ്. ആ കേസിന്റെ പ്രോസിക്യൂഷൻ സ്റ്റേ നിൽക്കുകയാണ്. അപ്പോൾ പക്ഷേ ഇഡി ഇതിന്മേൽ ഈ അന്വേഷണം ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ PMLA ആക്ട് പ്രകാരം ആ കേസെടുത്ത് ഇഡി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാനൊരു പരാതി കൊടുത്തിരുന്നു. അതിന്മേൽ ഇഡി ഒരു നോട്ടീസ് ഇവർക്ക് ഇഷ്യൂ ചെയ്തിരുന്നു. ആ നോട്ടീസാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് ആ നോട്ടീസ് ആയിട്ട് വീണ്ടും കേരള ഹൈക്കോടതിയെ സമീപിച്ച് അത് അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി വീണ്ടും അതിനകത്ത് ഒരു സ്റ്റേ മേടിച്ചിരുന്നു. അതാണ് ഇന്നലെ നീങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇഡിക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഇഡിക്ക് അന്വേഷണവുമായി മുമ്പോട്ട് പോകാൻ മറ്റ് തടസ്സങ്ങളില്ല. അത് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് പോകേണ്ടതുണ്ട്. അഴിമതി നിരോധന നിയമപ്രകാരവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് 3 ഘട്ടങ്ങൾ, SFIO, ED, CBI, ഈ 3 ഏജൻസികളും ഒരുമിച്ച് വന്നാൽ മാത്രമേ ഇതിനകത്ത് വ്യക്തതയുണ്ട്. കാരണം ഇതിപ്പോൾ പിണറായി വിജയനിലേക്ക് എത്തും, ഒരു സംശയം വേണ്ട. പിണറായി വിജയനും മകളും ഈ കേസിൽ കുടുങ്ങും, അവർ അറസ്റ്റഡ് ആവും, ജയിലിൽ പോകും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു സംശയമില്ല. പക്ഷേ അതിനപ്പുറത്തേക്കും ഉണ്ട്. കേരളത്തിലെ ഈ PV മാത്രമല്ല, അവിടെ പല പല പേരുകൾ ഇനിയുണ്ട്. നിന്നും പണം കൈപ്പറ്റുന്ന നേതാക്കളുടെ അവർ ആ പേര് എനിക്ക് തരാൻ വേണ്ടി കോടതി ഉത്തരവിട്ടു. അതിനും സ്റ്റേ മേടിച്ച് വെച്ചേക്കാണ്. അപ്പം അതിനെതിരെ ഞാൻ കോടതിയിൽ പോയിട്ടുണ്ട്. ആ പേരുകൾ കിട്ടിയാൽ കേരളത്തിൽ ആ ജനങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ബോധ്യപ്പെടാൻ കഴിയും. സർവീസിന് കിട്ടിയ പ്രതിഫലം എന്ന നിലയ്ക്കാണ്, അത് അക്കൗണ്ട് ത്രൂ ആണ്. അതായത് അക്കൗണ്ട് ത്രൂ ഉള്ളത് 1,32,00,000. പക്ഷെ അക്കൗണ്ട് ത്രൂ അല്ലാത്ത പൈസ ഒത്തിരി ഉണ്ട്. അക്കൗണ്ട് എന്തോ അത്യാവശ്യം എന്തോ മേടിച്ചതാണ്. പക്ഷേ ഈ വലിയ കള്ളൻ ചക്ക പൊട്ടിച്ചപ്പോൾ പിടിച്ചെന്ന് പറഞ്ഞ പോലെയാണ് ഈ 1,32,00,000 രൂപ അതിനകത്തൊരു പീനട്ട് മാത്രമാണ്. അതിനപ്പുറത്തേക്കുള്ള വലിയ കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ പണം അനധികൃതമായി ധാരാളം കൈപ്പറ്റിയിട്ടുണ്ട്. വിദേശ ബാങ്ക് അക്കൗണ്ട് ഞാൻ ഇപ്പോഴും പറയല്ല, വീണ വിജയന്റെ മുൻ ബന്ധുവും പാർട്ട്നേഴ്സ് ആയിട്ടുള്ള അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലെ അക്കൗണ്ടിൽ കോടാനുകോടികൾ ചെന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഷോൺ ജോർജ് ആണ് കോട്ടയത്ത് നിന്നും നമുക്കൊപ്പം ചേർന്നത്. ഈ കേസിന്റെ പിന്നാലെ ഒരു നിഴൽ പോലെയുള്ള ആളാണ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. യഥാർത്ഥത്തിൽ ഈ പൂഞ്ഞാറിൽ PC ജോർജിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഷോൺ ജോർജ് ഒരു തീരുമാനമെടുത്ത് ഇറങ്ങിയിരിക്കുകയായിരുന്നു. നിരന്തരമായി കോടതി വ്യവഹാരങ്ങളിലും കേസുകളിലും ഈ CMRL കേസുമായി ബന്ധപ്പെട്ട് കയറിയിറങ്ങുന്നുണ്ടായിരുന്നു. ഷോൺ ജോർജിന് പ്രത്യേകിച്ച് BJP നേതാവായി നിൽക്കുമ്പോൾ ഷോൺ ജോർജിന് ആശ്വാസകരമായ വാർത്തയാണ്. EDയുടെ കൊച്ചി യൂണിറ്റാണ് പ്രധാനമായും ഈ റെയ്ഡ് നടത്തുന്നത്. കൂടാതെ ചെന്നൈ, ബാംഗ്ലൂർ, കോഴിക്കോട് യൂണിറ്റുകളും ഈ റെയ്ഡിൽ പങ്കെടുക്കുന്നുണ്ട്. 12 ഇടങ്ങളിൽ ഇപ്പോൾ റെയ്ഡ് നടക്കുന്നു. തിരുവനന്തപുരത്ത് തന്നെ 2 ഇടങ്ങളിൽ റെയ്ഡ് നടക്കുന്നുണ്ട്. EDയുടെ വിവിധ യൂണിറ്റുകൾ റെയ്ഡ് നടത്തുന്നു. തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിലെ അടുത്തിടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാടകയ്ക്കെടുത്ത വീട്ടിലും ഇപ്പോൾ ED ഇന്ന് രാവിലെ 6 മണിക്കെത്തി അവിടെ റെയ്ഡ് പുരോഗമിക്കുന്നു. ഇതിന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.